ഹലോ ഗൈസ്. എത്ര പേര് കൊട്ടിയൂർ അമ്പലത്തിൽ ഇത്തവണ പോയിട്ടുണ്ട്? ഞാൻ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ദൈവം സഹായിച്ച് ലാസ്റ്റ് ഫ്രൈഡേ എനിക്ക് പോകാൻ പറ്റി. അവിടെ കണ്ട ചില പ്രത്യേകതരം കാഴ്ചകളെ പറ്റി പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാഷൻ ആൻഡ് പാമ്പേഴ്സ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ദെൻ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൊട്ടിയൂരിൽ ചെന്നപ്പോൾ ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഷഡ്ഡി ഒഴുക്കി വിടുന്നത്, മുണ്ടൊഴുക്കി വിടുന്നത്, പുഴയിൽ ഉപേക്ഷിക്കുന്നു, അമ്പലത്തിൻ്റെ സറൗണ്ടിങ്സിൽ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ ഒരു ഹൈപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. മേ ബി ഒന്നോ രണ്ടെണ്ണം അവിടെ ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് ഒരു ഹൈപ്പാക്കി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയുകയാണെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ആ വീഡിയോ കാണിച്ചൊക്കെ സത്യമാണെന്ന് ഞാൻ അറിഞ്ഞത്. ഒന്നോ രണ്ടെണ്ണോ അല്ല, പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആവശ്യത്തിലധികം അണ്ടർവെയറൊക്കെ ഉപേക്ഷിച്ച് പോയതായി കാണാം. ഒന്നും പോരാഞ്ഞിട്ട് പുഴയിലും ഒഴുക്കി വിട്ടതായി കാണാം. ഒഴുക്കി വിട്ടത് മാത്രമല്ല, പുഴയിൽ അവിടെയും ഇവിടെ കെട്ടിക്കിടന്നിട്ട് നമ്മൾ പുഴ ക്രോസ് ചെയ്യുന്ന സമയത്ത് കാലിലൊക്കെ കുരുങ്ങി വീഴാനുള്ള ചാൻസ് അടക്കം ഉണ്ടാക്കുന്നത് പോലെ പുഴയിലൊക്കെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട്, ഇത്രയും വൃത്തികേട് കാണിച്ചത് പോരാഞ്ഞിട്ട് പോകുന്ന വഴിയിൽ അപ്പിയിട്ടടക്കം വെച്ചിട്ടുണ്ട്. അത്രത്തോളം എക്കോ ഫ്രണ്ട്ലി ആയിരുന്ന ഒരു അമ്പലത്തിനെ ഇത്രത്തോളം വൃത്തികേടാക്കി വിട്ടിട്ടുണ്ട്. ഏത് നാട്ടുകാർ വന്നിട്ട് ആരാ ചെയ്തതെന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന നാട്ടുകാർ വന്ന് അവരിങ്ങനെ ചെയ്തു ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ആരാണെങ്കിലും അമ്പലത്തിൻ്റെ ചുറ്റുപാട് മൊത്തം നശിപ്പിച്ചിട്ടിട്ടുണ്ട്. ഞാൻ മുമ്പെയൊക്കെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇത്രത്തോളം തിരക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അമ്പലത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയൊരു എൻവിറോൺമെൻ്റ് ആണ് നോർമലി അവിടെ ഉണ്ടാവാറ്. വളരെ ശാന്തമായ രീതിയിലാണ് എല്ലാവരും അമ്പലത്തിൽ പോകാറ്. പ്രാർത്ഥിക്കുക എന്നുള്ളതിനപ്പുറം വലിയ സൗണ്ടും ബഹളമൊന്നും അവിടെ കേൾക്കാറില്ല. പക്ഷെ ഇത്തവണ പോയപ്പോൾ എന്തോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വന്നതുപോലെയായിരുന്നു ആൾക്കാരുടെ പലരുടെയും പെരുമാറ്റം. കൂക്കി വിളിക്കുക, ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക, ഒരു ലൈറ്റ് ഓഫ് ആകുമ്പോഴേക്കും സിനിമാ തിയേറ്ററിലെ ലൈറ്റൊക്കെ ഓഫ് ആയതുമാതിരിയുള്ള കൂക്കി വിളി, കൈമുട്ടൽ, ഒച്ച ഉണ്ടാക്കൽ. പല നാട്ടിൽ നിന്നും വന്ന ആൾക്കാർക്ക് അവരൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് വന്നത്. അല്ലാതെ ഒരു ഭയങ്കര സാക്രഡായ ഒരു സ്പേസിൽ വന്ന പോലും, അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ വന്ന മാതിരിയുള്ള ഒരു ബിഹേവിയറേ ആയിരുന്നില്ല. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കാം, ഒരു പീസ്ഫുൾ ആയ ഒരു എൻവിറോൺമെൻറ്റിലേക്ക് ഒരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഇത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ക്യൂല് നമ്മൾ ഒരു 1.5 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് ഓൾമോസ്റ്റ് ഒരു ബ്രിഡ്ജൊക്കെ കയറാൻ നിൽക്കുന്ന സമയത്ത് പുറത്ത് ക്യൂ നിൽക്കാതെ അപ്പം വന്ന് നിന്ന ആൾക്കാർ ക്യൂവിനകത്തേക്ക് ഇടിച്ച് കയറുക. എന്നിട്ട് നമ്മളെ അത്രയും നേരം ക്യൂ നിന്നവരെ തള്ളി മാറ്റി ഇടിച്ച് കയറി പോവുക. ഏതൊരു നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഏതൊരു നാട്ടിലേക്ക് പോവുകയാണെങ്കിലും അത് നമ്മൾ എന്തിനു പോവുകയാണെങ്കിലും അവരുടെ ഒരു പോളിസി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ അവരുടെ ആ ഒരു പ്ലേസിൻ്റെ ആ ഒരു എൻവിറോൺമെൻ്റ് ഒക്കെ നമ്മൾ മാക്സിമം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ല, ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരു നാടിനെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ നമ്മൾ അങ്ങോട്ട് പോകരുത്. ഈ ഒരു ബേസിക് മാനേഴ്സ് പോലും അറിയാതെയാണ് പലരും കൊട്ടിയൂർ അമ്പലത്തിലേക്ക് വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി എത്തുന്ന സമയത്തൊക്കെ തന്നെ വോളണ്ടിയേഴ്സ് വളരെ കുറവാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യൂവിനടുത്തൊന്നും ആക്ച്വലി വോളണ്ടിയേഴ്സിനൊന്നും കാണാനേ ഇല്ല. 1-2 പേരാണുള്ളത്. ഇത്രയും വലിയ ക്രൗഡിനെ ആ 2 പേരെ കൊണ്ടൊന്നും ഒരിക്കലും തടഞ്ഞു നിർത്താനോ പിടിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. വോളണ്ടിയേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ ആകെ വോളണ്ടിയേഴ്സ് ആക്ച്വലി നിന്ന് വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടത് അവിടെ അമ്പലത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നിടത്തും പിന്നെ വെള്ളിക്കുടം സ്വർണ്ണക്കുടം എടുത്തു വെക്കുന്ന നേർച്ചയുള്ള ആ ഒരു സ്പേസിൽ മാത്രമാണ് ഒരു 5-6 വോളണ്ടിയേഴ്സ് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കണ്ടത്. അല്ലാണ്ട് അവിടെ വോളണ്ടിയേഴ്സ് വളരെ കുറവാണ്, കാണാനേ ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കൊട്ടിയൂർ അമ്പലത്തിൽ ഇത്തവണത്തെ ഒരവസ്ഥ. അത്രയും ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനുള്ള വോളണ്ടിയേഴ്സ് ഒന്നും അവിടെ ഇല്ല. പിന്നെ അതേപോലെ തന്നെ എന്താ പറയണ്ടത്, അവിടെ കീപ് സൈലൻസ് എന്നുള്ളൊരു ബോർഡ് എല്ലാ ഭാഗത്തും എഴുതി വെച്ചിട്ട് പോലും ശബ്ദം ഉണ്ടാക്കുക, ഭയങ്കരമായിട്ട് ആ ഒരു ദൈവത്തിനെ കാണാൻ പോകുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരാണ് മാക്സിമം അവിടെ വന്നിരുന്നത്. ഞാൻ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയുകയല്ല, കാരണം ആ കൂട്ടത്തിലും ഭയങ്കര ഡിവോഷണലായിട്ട് വന്ന ആൾക്കാരുണ്ടാവണം. പക്ഷേ
അതിനേക്കാൾ കൂടുതൽ ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് വന്ന പോലത്തെ ആൾക്കാരുടെ ആ ഒരു സൗണ്ടും ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുതരം എന്താ പറയണ്ട ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിപ്പോൾ ഇത്തവണ. പക്ഷെ നോർമലി പോകുമ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ അവസ്ഥ ഇതേയല്ല. വളരെ കാമായിട്ടും മനസമാധാനത്തോടും പോയി തൊഴാൻ പറ്റുന്ന ഒരു സ്ഥലത്തിന് ഇത്രത്തോളം ഒരു അവസ്ഥയിലാക്കി കളഞ്ഞു എന്നുള്ളത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. സോ നെക്സ്റ്റ് ഇയർ അമ്പലം ഓപ്പൺ ചെയ്യുമ്പോഴെങ്കിലും വരുമ്പോൾ അത്യാവശ്യം ഈ അമ്പലത്തിൽ വരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ നോക്കി, പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ വൃത്തികേടാക്കാതെ അത്യാവശ്യം വൃത്തിയിലും മെനക്കൊക്കെ വന്ന് അമ്പലത്തിൽ തൊഴുത വളരെ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആൾക്കാർ വരുമ്പോഴെങ്കിലും ഇവിടുത്തെ ശരിക്കും എങ്ങനെ വന്ന് തൊഴണം, എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞ് വന്ന് ആ റൂൾസിനൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് വന്ന് തൊഴുതു പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇത്തവണത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾ ഈ വർഷം കൊട്ടിയൂർ പോയവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു, നിങ്ങൾ ഇതിൽ എന്തൊക്കെ കണ്ടു, എന്തൊക്കെയാണ് അമ്പലത്തിലെ ക്രൗഡ്, ഇതിനെപ്പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ ദെൻ ബൈ.